ആലപ്പുഴ SP MP മോഹനചന്ദ്രൻ IPS തന്നെ നമുക്കൊപ്പം ചേരുന്നു. സർ, അഭിനന്ദനങ്ങൾ. എന്തായാലും താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസ് തെളിയിക്കാൻ പറ്റി എന്നത്. കാരണം തെളിവുകൾ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തെളിവുകളില്ലാത്തൊരു കേസെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്ര കണ്ട് ശ്രമകരമായിരുന്നു ഈ അന്വേഷണം? ഇത് കഴിഞ്ഞ സൺഡേ ആണ് അവര് മിസ്സായെന്ന് മനസ്സിലായിരുന്നത്. അത് ബോഡി മിസ്സിങ്ങിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കനകക്കുന്നിന്റെയും ഈ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷന്റെയും ഇടയിലാണ് ഈ വാട്ടർ ബോഡി. ഈ വാട്ടർ വെള്ളത്തിനാണ് കായലിൽ നിന്നാണ് പിന്നെ ബോഡി ഒരു ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ ബോഡി പിന്നെ ഫ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ ബോഡി ഫ്ലോട്ട് ചെയ്യുന്ന വിവരം ആ ഭാഗം തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിലേക്കുള്ള അന്വേഷണം നടത്തി. അപ്പൊ അതില് ഫ്ലോട്ട് ചെയ്ത ബോഡി പരിശോധിച്ച സമയത്താണ് അതില് കല്ല് കെട്ടിയിരുന്നതായിട്ട് കാണുന്നത്. കല്ല് കെട്ടിയിരുന്നതില് ഒരു 3 എണ്ണം കെട്ടിയിരുന്നു. 3 കല്ലാണ് കയർ വെച്ച് കെട്ടിയിരുന്നത്. അതുകൂടെ കൈയും കാലും കെട്ടിയിരുന്നു. പിന്നെ അത് കരക്കടുപ്പിച്ചു ഈ കനകക്കുന്ന് ജെട്ടിയിൽ തൊട്ടടുത്ത് ആ ജെട്ടിയിലേക്കാണ് അടയ്ക്കാണ് കയറ്റിച്ചത്. അവിടെ തന്നെയാണ് ഇവരെ വീട്. മിസ്സായിരുന്ന ആ സ്ത്രീയുടെ വീട് അവിടെ തന്നെയാണ്. അവരെ വീട്ടുകാരും മറ്റും കണ്ട് പിന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. പിന്നെ അതില് കൂടുതൽ നല്ലൊരു എഫിഷ്യന്റ് ടീമുണ്ട് അവിടെ. ഞങ്ങൾക്ക് അവിടെ സ്പോട്ടിൽ നന്നായിട്ട് ഇന്റലിജൻസ് ഉള്ള അവിടുത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സ്റ്റാഫ്, പിന്നെ 2 പോലീസ് സ്റ്റേഷനിലെയും സർക്കിൾ ഇൻസ്പെക്ടേഴ്സ്, പിന്നെ SHOs, പിന്നെ അത് കൂടാതെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന അന്ന് കായംകുളം DYSPന്റെ അണ്ടറിലാണ് ഈ 2 പോലീസ് സ്റ്റേഷൻ വരുന്നതെങ്കിലും ചാർജുള്ളത് അന്ന് ചെങ്ങന്നൂര് DYSP സന്തോഷമായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ക്രൈം സ്ക്വാഡ് ഉണ്ട് അവിടെ. വേറെ കൂടാതെ അവിടെ പിന്നെ ലോക്കൽസ് നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ തന്നെ സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫിഷർമാൻ ഒരു സൊസൈറ്റി ഉണ്ട് അവിടെ. ഞാൻ ആ വ്യക്തിയുടെ പേര് ഓർക്കുന്നില്ല. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിനോട് ഞാൻ അവിടെ കുറച്ച് കണ്ട ആളുകൂടെ ഒരു 1/2 മണിക്കൂർ നേരമാണ് അവിടെ ഞാൻ ചെലവഴിച്ചത്. ആ വീടും പരിസരവും ഇതൊക്കെ എല്ലാം കണ്ട ബോഡിയും എല്ലാം കണ്ട സമയത്ത് ആ സമയത്ത് ഞാൻ ജസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, സാർ ഇതിന് പുറത്തുനിന്നാരും വരാനില്ല, ഇവിടുന്ന് ആൾ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു വളരെ ക്രൂഷ്യമായിട്ട് തോന്നി. വേറെ ആരും ഇവിടെ വരാനില്ല, ഈ പരിസരത്ത് തന്നെ അതിന്റെ ആളുണ്ടാവും, സാർ 4 ലെവലിൽ മാത്രം നോക്കിയാൽ മതിയാവുമെന്ന്. അപ്പൊ പബ്ലിക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടുന്ന്. കാരണം അത്രയും ഒരു ഗ്രൂപ്പിലായിട്ട് സംഭവം. പിന്നെ ഈ ടീം വർക്കും കൂടി ആയിരുന്നത്. പിന്നെ ഇതില് ആ നോട്ട്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഈ ഫിഷർമാൻ ഉപയോഗിക്കുന്ന വല താഴ്ന്നു നിൽക്കാൻ വേണ്ടിട്ട് വെള്ളത്തില് അവരെ പൊതുവെ പ്രൊഫഷൻ ഉണ്ടല്ലോ, ആ പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയ കെട്ടായിട്ടാണത് മനസ്സിലായത്. ആ കല്ല് കെട്ടിയിരുന്നത് അതിൽ നിന്ന് 2 എണ്ണം സ്ലിപ്പായിട്ട് വെള്ളത്തിൽ പോയിരുന്നു. 1 എണ്ണം ബോഡിയോട് ചേർന്ന് നിൽക്കണ്ടായിരുന്നു. പിന്നെ ആ 2 എണ്ണം മിസ്സായതിനെ കൊണ്ടും പോയത് കൊണ്ടും പിന്നെ ഈ ബോഡിയിൽ വന്നിരിക്കുന്ന മറ്റേ ഗ്യാസസ് ഫോർമേഷനെ കൊണ്ടായിരിക്കണം ബോഡി ഫ്ലോട്ട് ചെയ്തത്. ഈ ലോക്കലായ ഒരു വ്യക്തിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒന്ന് ഈ ഫിഷർമാന്റെ തരത്തിലുള്ള ആ കയറും ആ കെട്ടും അതാണ് നമ്മളെ കൂടുതലായി അതിന്റെ ഒരു സാധ്യതയിലേക്ക് എത്തിച്ചത്, അല്ലേ? അതെ. ഫിഷർമാൻ ടൈപ്പ് ആ കെട്ടും മറ്റൊക്കെ അതില്. പിന്നെ അതിൽ കുറച്ചൊരു മിസ്ലീഡിങ് ഉണ്ടായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പരിസരത്ത് താമസിക്കുന്ന ഒരാള് ആ ഇവര് മിസ്സായി എന്ന് പറയുന്നതിന് നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരെ കണ്ടു എന്ന് പറഞ്ഞു. അതാണ് ചെറിയൊരു ഡിലേ വന്നത്. പക്ഷെ അത് അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധമായിരിക്കും തോന്നുന്നു. അങ്ങനെയാണ് സംഭവിച്ചു പോയത്. കാരണം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഒന്ന് എൻക്വയറി വേണ്ടി വന്നു. പക്ഷെ ഇത് 2 ആംഗിളിൽ കുറച്ച് ആസ്പെക്ട്സ് നോക്കണ്ടായിരുന്നു. കാരണം നമ്മൾ മറ്റും നോക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ആ സംഘത്തിന്റെ ആള് പറഞ്ഞ പോലെ തന്നെയാണ് തോന്നിയത്. കാരണം അതിലേക്ക് ഈ സ്ഥലത്തേക്ക് ആക്സസ് ഉള്ള കുറച്ച് ക്യാമറാസ് ഉണ്ട് എൻ റൂട്ട്. ആ ക്യാമറാസ് മുഴുവൻ പരിശോധിച്ചപ്പോൾ അതിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആരുടെയും വരവോ പോക്കോ, രാത്രിയുള്ള തിരിച്ചു പോക്കോ അല്ലെങ്കിൽ വരവോ ഒന്നും കണ്ടില്ല. അപ്പോഴും നേരത്തെ പറഞ്ഞില്ല അവിടുത്തെ ആ ഒരു സംഘത്തിന്റെ ആള് പറഞ്ഞ മാതിരി അതുപോലെ തന്നെ അക്യൂസ്ഡ് ഈസ് ഫ്രം ഇൻ ദാറ്റ് ഏരിയ എന്നുള്ള ഒന്നും കൂടി ഒപ്പായി. കാരണം വേറെ ഒരു ഈ സ്പെസിഫിക് ഏരിയയിലുള്ള ക്യാമറ ഒന്നും ഉണ്ടായിരുന്നു. ആ ക്യാമറ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. പിന്നെ പക്ഷെ അതിലേക്ക് ഈ വഴിക്ക് വരുന്ന ആക്സസ് ഉള്ള സ്ഥലങ്ങളിലൊരു വീടുകളിലും മറ്റൊക്കെ 4-5 ക്യാമറ. ആ ക്യാമറ വർക്കിംഗ് ആണ്. ആ ക്യാമറ ഒന്നും തന്നെ
ഇങ്ങോട്ടുള്ള ഒരാളുടെ വരവോ പോക്കൊന്നും കണ്ടില്ല. അതാണ് ഒന്നും കൂടി ഞങ്ങൾക്ക് ബൈൻഡിങ് ആയിട്ട് അവിടെ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തത്. പിന്നെ മറ്റു വേറെ ഏതെങ്കിലും ചാൻസ് ഉള്ള മറ്റു ആളുകളുടെയോ സാധാരണ വല്ല ജോലിക്കാര് വല്ല ഏതെങ്കിലും തെങ്ങ് കയറാൻ വരുന്നവര് അല്ലെങ്കിൽ മറ്റു വേറെ ഒക്കെ വരുന്ന ആ ഏരിയയിൽ വരുന്നവര് ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെരിഫിക്കേഷനെ പറ്റി ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു. അതിൽ മാത്രമല്ല ഇതിൽ ഗോൾഡ് പോയി എന്നുള്ളതും ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് ആ ആസ്പെക്റ്റിലും കൂടി വന്നു. ഈ രണ്ട് ആസ്പെക്റ്റും ഏകദേശം ഒരേ സ്ഥലത്ത് നോട്ട്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് ഇയാളെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി ഡയറക്ഷൻ ഞാൻ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അവിടുത്തെ കനകക്കുന്ന് CIക്ക് ഒരു ക്രൂഷ്യൽ ഇൻഫോർമേഷൻ കിട്ടി ആ ഗോൾഡിനെ കുറിച്ച്. ഗോൾഡിന്റെ ഒരു സെയിലിന് വേണ്ടി നമുക്ക് നടത്തിയ വിവരം കിട്ടി. അത് രണ്ടും സീനിയർ ആളായിരുന്നു. ഇത് മാത്രമല്ല അവിടെ ഈ വസ്ത്രമൊക്കെ ഉണക്കാൻ വേണ്ടി ഒരു ഇത് ഉണ്ടാവുമല്ലോ, പുറത്ത് തുണി തോരാൻ വേണ്ടിയിട്ട്. ഹലോ, എന്റെ വോയിസ് ക്ലിയറല്ലേ? കേൾക്കാം സാർ പറഞ്ഞോളൂ. അപ്പൊ അതിൽ നോക്കുമ്പോ അവിടെയും ഈ കെട്ടിയിരിക്കുന്ന അതേപോലെയുള്ള ആ ഒരു ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറാണ് ഉപയോഗിച്ചത്. കയറ് നിടാൻ പറ്റില്ല, ഒരു പ്ലാസ്റ്റിക്കും മറ്റെല്ലാം കൂടി കുറച്ചുകൂടി ഫിഷർമാനൊക്കെ മാത്രം അവരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിൽ കയറുണ്ട്. അതാണ്. അപ്പൊ അതും കൂടി അങ്ങനെ 3 ഫാക്ടറും കൂടി വന്ന് ഫിക്സ് ചെയ്തപ്പോഴാണ് പ്രതിയെ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ പ്രകാശൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കാത്തത്? പുള്ളി പിടിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. കാരണം പുള്ളി സ്ഥലത്തുനിന്ന് മാറിയില്ല, അവിടെ തന്നെ നിൽക്കുകയായിരുന്നല്ലോ. അതിലും ഒന്നുണ്ട് ആസ്പെക്ട്. സ്ഥലത്തുനിന്നാലും മാറിയിട്ടില്ലെങ്കിലും അയാൾ ഇതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതും ഹൈലി സസ്പീഷ്യസ് ആയിരുന്നു. ഹൈലി സസ്പീഷ്യസ്. അയാളെ ഈ ഡാഗ് വന്ന സമയത്ത് അയാളുടെ ആബ്സെൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി ഈ ബോഡി വന്നപ്പോഴും ബോഡി അവിടെ കണ്ടപ്പോഴും ആ സമയത്ത് അയാൾ ചെയ്തിട്ടില്ല, അടുത്ത് വന്നിട്ടില്ല. പിന്നെ മറ്റൊന്ന് അയാള് പറഞ്ഞിരുന്ന കാരണം അവർക്ക് അത് പേടിയാണെന്ന് പറഞ്ഞു. ബോഡി കാണുന്നത് അതും ശരിയല്ല എന്നുള്ളത് പാസ്റ്റ് വെരിഫിക്കേഷൻ മനസ്സിലായി. അത് ശരിയല്ല എന്നുള്ളത്. അപ്പൊ പിടിക്കപ്പെടില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്? ഒരു ക്രൈം സ്വഭാവം നേരത്തെ ഉള്ള വ്യക്തിയാണോ? എങ്ങനെയാ? കേസ് ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇതുവരെ വെരിഫിക്കേഷനുള്ളത് മനസ്സിലായിട്ടില്ല. ഇല്ല അല്ലേ? അറിയില്ല. ഇല്ല. ഇയാളുടെ ഈ പുള്ളി ക്രൈമിലേക്ക് എത്തിയ വഴി എങ്ങനെയാ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? കാരണം എത്ര ദിവസം നേരത്തെ തന്നെ അയാൾക്ക് നല്ല ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. അറൌണ്ട് 4 lakhs ഡെറ്റ് ഉണ്ടായിരുന്നു. ആ ഡെറ്റിൽ തന്നെ അയാൾ 3,85,000 കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് അറൌണ്ട് 4 lakhs കിട്ടിയിട്ടുണ്ട്. അത് തന്നെ കൊടുത്ത് അറൌണ്ട് 10-15,000 എന്നാണ് പിന്നെ ബാക്കിയുള്ളത്. അതാണ് പിന്നെ ആ സെർച്ചിലെ സമയത്ത് ബാക്കി അവിടെ നിന്ന്. സാറേ, ഈ നമ്മുടെ പുതിയ കാലത്തെ കേസന്വേഷണങ്ങളിൽ എപ്പോഴും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാവും, എന്തെങ്കിലും CCTV, അങ്ങനെ പല സാധ്യതകളും നിങ്ങൾക്കൊരു തുമ്പ് കിട്ടും. പക്ഷേ ഈ കേസിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കേസിലും എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഈ സംഭവങ്ങളിൽ ഒരു ക്രൈം സീനിൽ എന്തെങ്കിലും ഒരു തെളിവ് എപ്പോഴും അവശേഷിപ്പിച്ച് പോകുമെന്ന് പറയുന്ന പോലെ ഈ കെട്ട് ഒരു വലിയ സാധ്യതയായി മാറി. അങ്ങനെ കരുതണോ അല്ലേ? നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് നിങ്ങൾക്ക് അന്നത്തെ ആ ഫോട്ടോസ് എല്ലാം കാണാൻ പറ്റും. കാരണം നോട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. അത് ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ അന്ന് നമ്മുടെ ആ ടീമിനോട് ആ നോട്ടിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തരും. കാരണം അത് വളരെ വ്യക്തമാണ്. കാരണം സാധാരണ പ്രൊഫഷണൽ ഈ ഫിഷർമാൻ പ്രൊഫഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടാണത്. ഓക്കെ, വളരെ നന്ദി സാർ. എന്തായാലും MP മോഹനചന്ദ്രൻ IPS ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹമാണ് ഈ കേസിൻ്റെ അന്വേഷണ വഴികൾ സൂചിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രകാശൻ എന്ന വ്യക്തിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് തീർക്കുന്നതിൻ്റെ ഭാഗമായി കൂടി ക്രൈം ചെയ്തു എന്ന് തെളിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.